ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽബോ ഗെയിമർ. ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കും ഗൈസ്. അതായത് നമ്മൾ ഈ ഗ്രാനി ഗെയിം കളിച്ചിട്ടുണ്ട്, നമ്മൾ 1-2 പാർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിലൊക്കെ എസ്കേപ്പ് ചെയ്യുമായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഗ്രാനിയാവും ഗൈസ്. അതായത് എസ്കേപ്പ് ചെയ്യുന്ന ആളെ നമ്മൾ കൊല്ലണം ഗൈസ്. അതാണ് ഈ ഗെയിമിൻ്റെ ഉദ്ദേശം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്, ലൈക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോ സബ് ചെയ്യുക ഗൈസ്. റോഡ് ടു 100 ആണ് ഗൈസ്, റോഡ് ടു 100. എല്ലാവരും സബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക ഗൈസ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്. സ്റ്റാർട്ട്. ഹാർഡ് നമ്മളെപ്പോഴും ഹാർഡിട്ടേ കളിക്കാറുള്ളൂ ഗൈസ്. നൈറ്റ് 1 ഗൈസ്. ഓപ്പൺ ചെയ്യാം ഗൈസ്. ഐ തിങ്ക് ഇതിനകത്ത് ഇവൻ കാണണം. യെസ്, ഇതവിടെ നീ ഒളിച്ചിരിക്കുന്നേ. ഓ, നമ്മൾ ഹിറ്റ് കൊടുക്കണം ഗൈസ്. ഹിറ്റ് പവർ എത്രയാണോ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും അവൻ്റെ അടി നമ്മൾ എല്ലാ പ്രാവശ്യം അടിക്കുന്ന വരുന്നത് ഗൈസ്. എൻ്റെ മോനെ ഏതാ അടി. നിക്കടാ ഗൈസ്. നമ്മൾ ഹാർഡ് ഇട്ടിട്ട് അതുകൊണ്ട് പോന്നു ഗൈസ്. അവനെ ഇന്ന് ഞാൻ അടുത്തടി കിട്ടി. അടിയടാ അടിയടാ. കേട്ടോ എൻ്റെ ഈ കഥയിൻ്റെ ഇടയ്ക്കൊക്കെ പോകുന്നു. കൊച്ച് കഴിവേറി നിന്നെ അടിക്കോടാ. നമ്മളിത് കളിക്കാൻ ഗ്രാനിക്ക് ഇത്ര ബുദ്ധിയൊന്നും ഇല്ല ഗൈസ്. അതാ മെയിൻ പ്രശ്നം. അതായത് നമ്മൾ ഈ കളി എളുപ്പം ചെയ്യിക്കുന്നത്. പക്ഷെ നമ്മൾ ഗ്രാനിയായിട്ട് കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിയാണ് നമുക്ക്. അടി ബാ, ഇനിയും ബാ. ഇതേ പോന്നെ നമുക്കിപ്പോൾ ഒരു അടി കൊടുക്കാം. ഈ രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഇവനെന്താ ചാവാത്ത? നമുക്കാണെങ്കിൽ ഗ്രാനിയുടെ ഒരു ചെറിയ തുണ്ട അടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചാവും ഗൈസ്. ഇവൻ ചാവുന്നില്ല. എന്തുകൊണ്ട്? ഗെയിമിന് ലോജിക്കില്ല ഗൈസ്. ഗ്രാനി എതിരാകുമ്പം അവളുടെ ഒരു മടി മതി നമ്മൾ ആവും. നമുക്ക് ഇതിനകത്തൂടെ ചാടാൻ പറ്റുമോ? എൻ്റെ മണ്ടയ്ക്കൂടെ ഒക്കെ കയറിപ്പോന്നു ഗൈസ്. ഇവനാള് കില്ലാടി തന്നെ. കില്ലാടി സോമനെ നമ്മൾ അടുത്തടി കൊടുത്ത് ഗൈസ്. ഓ, ചെറിയൊരടി ബാ. കൊണ്ടില്ലേ? ശരി, എവിടെ അവിടെ പോവാടാ ഇറക്കാം. നിക്കടാ. അന്ന് ഇറങ്ങിയൊക്കെ പോന്നു ഗൈസ്. കൊള്ളാം ഗൈസ്, അടിപൊളി. എന്തൊക്കെയോ തെളിയിട്ട് ഇതെല്ലാം ഞാൻ വേണം നേരെയാക്കി വെക്കാൻ. ചെറുക്കൻ്റെ ഒരു മര്യാദയില്ലാത്ത ഇറക്കാൻ. ഇനി അവൻ എന്ത് ചെയ്യും ഗൈസ്? ദേ പോന്നു. ഡാ നിക്കടാ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടാ ചെറുക്കാ. ലോഡായി ഗൈസ്. ഓക്കെ, ഇനിയിപ്പം ഒരടി കിട്ടി. ഇവനെന്താ ഈ അടി ഇത്രയും കൊണ്ടിട്ട് ചാവാത്ത? ഇവന് ഇത്ര ലൈഫൊന്നും കൊടുക്കാൻ പാടില്ല. ചുമ്മാ ഇത് ശരിയായ കാര്യമല്ല ചെയ്തത്. കൊണ്ടില്ലേ? നീ എവിടോട്ടായി ഓടുന്നേ? ഇതേ പോയി.
എനിക്കാണെങ്കിൽ എൻ്റെ അടി കയറാനും പറ്റത്തില്ല ഗൈസ്. അതാ നടുവ് തന്നെയാണ്, അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റുന്നില്ല ഗൈസ്. എന്ത് ചെയ്യാനാന്ന് പറയാം, അവൻ ആ ചെറുക്കൻ അത് മുതലെടുക്കുക. പിന്നെ എൻ്റെ ഇടയ്ക്ക് ബേസ്മെൻറ്റിൽ ചെന്നു. എന്തോ ഗൈസ് നടക്കുന്നേ. ദേവോ ഓ രക്ഷപ്പെട്ട് ഗൈസ്. ഇവനിത് ഏതൊക്കെ വഴിയാ ഗൈസ് വരുന്നത്? ഇടയ്ക്ക് ബേസ്മെൻറ്റിൽ സൗണ്ട് വെക്കുന്നത്, അതിന് ആ ബേസ്മെൻറ്റിൽ പോയ അപ്പം ഇവൻ ഇവിടെ കാണ്ടി സൗണ്ട് ഉണ്ടാക്കുന്നത്. ശരി, ഇവിടെ കാണാൻ കയറി വരുമോ? ചാൻസ് ഇല്ല. തൽക്കാലം മുന്നോട്ട് ദോ പോത്ത് ഗൈസ്. ഇവൻ ആ അടി ചെയ്യുന്ന ഇവനെങ്ങനെ മണ്ടയ്ക്ക് വന്നേ? ഇവൻ എൻ്റെ ബെഡ്റൂമിലൊക്കെ കയറിയിട്ട് വരുന്നത്. ശരി, ഓ അടി 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 കൊള്ളുന്നില്ല ഗൈസ്. ഇവൻ്റെ അകത്ത് ഇതാ ഏറ്റവും വലിയ വിഷയം, കൊള്ളുന്നില്ല ഒന്നും. അതുകൊണ്ട് ഇതെന്താ ഇവനീ ചാവാത്തെ? ചുമ്മാ നമ്മളെങ്ങാണോ ആണെങ്കിൽ ഗ്രാനിയുടെ ഒറ്റ അടിക്കേ ഉള്ളായിരുന്നു. എന്താ ചെയ്യാനാന്ന് പറ. എന്തോ ലൈഫാ ഗൈസ്, നമ്മളെങ്ങാണോ ആയിരിക്കണം. ഇത് ഇലുമിനാണ്ട് കളിച്ചു പോകുന്നു. 1-2 അടിയും കൂടെ മതി ഗൈസ് അവൻ്റെ അത് തീരെ. കിട്ടിയില്ല, അവന് കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഒരു ഇച്ചിരിയും കൂടെ ഗൈസ്, ഒരു ഇത്തിരി ലൈഫ് കൂടെ കണ്ടായിരുന്നു. ഈ 3 ആയപ്പോഴത്തേക്കും അവൻ്റെ ലൈഫിൻ്റെ പവറൊക്കെ നല്ലോണം കൂടി. എന്താ പരിപാടിയാ നോക്കണേ ഗൈസ്. അതും കിട്ടി, അടിയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഇവൻ ചാവുന്ന മാത്രമില്ല. കണ്ടേ എടാ, ഇവനെന്താണ് ഇത്ര അടി കൊടുത്തിട്ടും ചാവാത്തേ? ഒരുമാതിരി കോപ്പിലെ പരിപാടി. നമുക്കും ഇത്ര ലൈഫൊക്കെ ഗ്രാനി കളിക്കുന്ന സമയത്തുണ്ടായിരുന്നു, എന്തുവല്ലോ അതായിരുന്നു. നമ്മൾ ഈ മണ്ടൻ്റെ കൂട്ട് എപ്പോഴും ഗ്രാനിയുടെ അണ്ണാക്കി ചെന്ന് വീഴത്തുമില്ല. ഇവൻ ഇതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടുപിടിച്ചു ഗൈസ്. ചെലന്തി എങ്ങനാ പോകുന്നതെന്നൊക്കെ ഇവൻ കൊള്ളാം. ഇവൻ ആരാ സത്യത്തിൽ? നമ്മളെങ്ങാണോ ആയിരുന്നെങ്കിൽ മുമ്പിൽ ഇരുന്നേനെ. പക്ഷെ ഇവനാണ് ഒരു കിണ്ടിയും പറ്റുന്നില്ല. കൊള്ളാം ഗൈസ്, എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടത്. ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ അവന് കയറത്തില്ല, ഇനി അടിക്കും. എവിടെ ഇതെന്താടെ ഇവനെന്താ ഇങ്ങനെ? ഇവനെന്താ ഇല്ലുമിനാണ്ടിയോ? ഉള്ള അടിയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവനിങ്ങനെയാണെന്നാൽ രക്ഷപ്പെടും ഗൈസ്. ഇപ്പം തന്നെ കുറേ സാധനം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടിട്ട് പുള്ളി.
ഓഫ്, ഇവന്നെ കൊണ്ട് ഇവൻ്റെ കുറെ തുലിഞ്ഞ ലൈഫ്. അടിച്ചാലും കയറത്തുമില്ല. എടേ എന്താ പാടാ ഇത് ഗെയിം ആയിട്ട്. ഗ്രാനി നമ്മളെ ഊമ്പിക്കുക ഗൈസ്. ഗ്രാനി നമ്മളെ ഈ ശരി, ഞാൻ അവിടെ വന്നപ്പോൾ അവൻ ഇതുവഴി വന്നു. ശരി, ദേ പോന്നു. നീ ആരുടെ അടുത്താടാ ഈ കളിക്കടേ? ഞാൻ അങ്ങോട്ട് പോയിട്ട് എങ്ങനെ അതുവഴിയൊക്കെ കയറി പോന്നു? അതും കിട്ടി. ഇവരാണ് ഓരോ കളി കഴിയുന്നോറും ലൈഫിൻ്റെ പവർ കൂടിക്കൂടിയാ വരുന്നത്. നേരത്തെയൊക്കെ 2, 3, 4 അടി അടിച്ചാൽ തീരുന്നവൻ ഇപ്പം എത്ര അടി അടിച്ചിട്ട് തീരുന്നുമില്ല. ദേ പോന്നു കഴിവേറി. അടി കിട്ടി. ദേ പോന്നു അടി. ഇതുവഴിയൊക്കെ അവൻ ഇതുവഴി വരുന്നു. മണ്ടനാ സത്യത്തിൽ കേസ്. നമ്മൾ അടുത്ത് വന്നിട്ട് അവനെ അടിക്കാനായിട്ട് അവൻ നോക്കി എന്ന് തരുക. പക്ഷെ അവൻ എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ഗൈസ്. എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പുറത്ത് പോകുമ്പോൾ ഇത് നമ്മുടെ വീടായിട്ട് കൊള്ളാം. പോ ഞാൻ തീരാറാ കേസ്. എങ്ങനെയാണ് ഇവൻ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യില്ല കേസ്. അവിടെ സൗണ്ട് കേൾക്കുന്നു. അൺനോൺ പ്ലേസ്. അവൻ എവിടാന്ന് എനിക്കറിയാം. പിന്നെ ആരെ ഈ പറ്റിക്കാനായിട്ടും. ഒരടിയും കൂടെ 1-2 അടിയും കൂടെ കിട്ടിയാൽ തീരും ഗൈസ്. അങ്ങനെ എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ പറയുക ഗൈസ്, ലൈക്ക് ഷെയർ ചെയ്യുക, കൊടുത്ത വീഡിയോ സബ് ചെയ്യുക ഗൈസ്. പോമ്പാ സോമൻകുട്ട എടാ വാടാ. ഡേ 5 ആണ് ഗൈസ്, അല്ലെ നൈറ്റ് 5 എന്നും പറയാം. ബാ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഗൈസ്. കുറച്ച് അവൻ്റെ കുറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം അവൻ്റെ മണ്ടയ്ക്ക് ലൈഫ് ബാർ. ഞാൻ എത്ര അടി കൊടുത്തിട്ട് അവൻ ഇച്ചിരി ചെയ്തോ കുറയുന്നത്. അവനാണ് അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കത്തെ സ്പീഡ്. ചെറുക്കൻ ഈ വീട് വന്നെല്ലാം നശിപ്പിച്ച് ഗൈസ്. ചുമ്മാ ബാ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഗ്രാനിയുടെ മണ്ടയ്ക്കൂടെ പോവുക ഗൈസ്. പക്ഷെ ഇവൻ പോവും, കാരണം ഇവനാണ് സോമൻ, കാട്ട് സോമൻ. എന്താ ശല്യമാണെന്ന് പറയണത്. ഇതിനകത്തില്ല അവനെവിടെ? അപ്പം ഇതിനകത്താണ്. അൺനോൺ പ്ലേസ്. നമ്മുടെ വീട്ടിൽ ഒരു ശബ്ദം ഉണ്ടായി, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അൺനോൺ പ്ലേസ്. കൊള്ളാം. ഇങ്ങനെയാണ് അവനെ എസ്കേപ്പ് ചെയ്യും ഗൈസ്. ഇത് എവിടെ പോവാടാ നീ ഗൈസ്? ഇവൻ എല്ലാം എടുത്തോ? ദേ പോന്നു താഴോട്ട്. എന്തോ സത്യത്തിൽ ഉദ്ദേശിക്കുന്ന എന്തോ. ഓരോ ഇടത്തിലും ഓരോ അടി വെച്ച് നമ്മൾ വിടുക, എന്നിട്ട് ഇതിനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഇവൻ രക്ഷപ്പെടാറായി.
നിക്കടാ, നീ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടാലോ. ആ നീ അങ്ങനെ അങ്ങ് രക്ഷപ്പെടും. അത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറയുമ്പോഴേ നീ രക്ഷപ്പെടും. നെക്സ്റ്റ് നൈറ്റാ ഇനി പോവും. അപ്പോൾ എത്ര നൈറ്റ് ഉണ്ട് സത്യത്തിൽ? നൈറ്റ് 6. അത് ശരി. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, കൂടുതൽ സബ് ചെയ്യുക ഗൈസ്. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.